ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു വെറൈറ്റിയാണ് നമ്മുടെ സമ്മർ സക്കുറ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഇതിനകത്തൊരു പെസ്റ്റിൻ്റെ ആക്രമണം ഉണ്ട്. നമ്മൾ എക്സോഡസ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നോക്കി, പക്ഷേ അങ്ങോട്ട് പോയില്ല കേട്ടോ ശരിക്കും. അപ്പം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് എഫക്റ്റ് ആയിട്ടുള്ള മാജിക് ഒന്ന് കൊടുത്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. ഒത്തിരി ഉണ്ടായിരുന്നു എക്സോഡസിൽ, ചെറിയൊരു മാറ്റം ഇല്ലയെന്നല്ല, എക്സോഡസിലൊരു മാറ്റം ഉണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ മാജിക് ഇന്നൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അറിയില്ല എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വിങ്കയ്ക്ക് മാജിക് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് മാജിക് എല്ലാത്തിനും കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. നോക്കുമ്പോൾ എങ്ങനെയുണ്ട് റിസൾട്ട് എന്നൊക്കെ അടുത്തടുത്തുള്ള വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ സമ്മർ സക്കുറ എന്ന് പറയുന്ന പ്ലാന്റ് ഒരു പോട്ടി മിക്സിനകത്താണ് നിൽക്കുന്നത്. ഇനി അങ്ങനെയാണോ ഇതിനകത്തൊരു എന്താണ് ഉറുമ്പ് കയറി വന്നിട്ട് കുറേ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ വരുന്നതാണോ എന്ന് എനിക്കറിയില്ല. പോട്ടി മിക്സ് ഒരു പ്രശ്നമാണോ ഒന്നും അറിയില്ല കേട്ടോ. എക്കോത്രേവിൻ്റെ പോട്ടി മിക്സിനകത്താണ് നമ്മുടെ ഈ ഒരു വിങ്ക പ്ലാന്റ് ഇരിക്കുന്നത്. എക്കോത്രേവിൻ്റെ പോട്ടി മിക്സ് നല്ലൊരു പോട്ടി മിക്സാണ്. നമുക്ക് മില്യൻ ബിൽസും കാര്യങ്ങളും പെറ്റൂണിയ അങ്ങനെ പോലുള്ള കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചെടുക്കാനായിട്ട് എക്കോത്രേവിൻ്റെ പോട്ടി മിക്സ് നല്ലതാണ് കേട്ടോ. വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു പോട്ടി മിക്സാണ് നമ്മുടെ എക്കോത്രവിൻ്റെ പോട്ടി മിക്സ്. ഞാൻ ബാൽസവും എക്കോത്രവിൻ്റെ പോട്ടി മിക്സിൽ വെച്ച് നോക്കിയിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള നമ്മുടെ ഡബിൾ പെറ്റൽസിൻ്റെ റെഡ് ആൻഡ് വൈറ്റ് ഇന്ന് ആദ്യമായിട്ടൊരു ഫ്ലവർ വീണിട്ടുണ്ട്. ഒരുപാട് നാളിന് ശേഷം നമുക്ക് ഒരു ഫ്ലവറാണ് കേട്ടോ വിരിഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഓറഞ്ച് വെയിറ്റ് ഉണ്ടായിരുന്നു, അതുണ്ടോ ഇല്ലേന്നൊന്നും നമുക്ക് ഒരു പിടിയില്ല. കാരണം ഒരുപാട് പ്ലാന്റ്സ് ലോസ് ആയതുകൊണ്ട് നമുക്കറിയില്ല ഓറഞ്ച് വെയിറ്റൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ ഇല്ലേന്ന്. എന്തായാലും റെഡ് വെയിറ്റ് വിരിഞ്ഞിട്ടുള്ള സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മുടെ റെഡ് വൈറ്റ് പ്ലാന്റിനെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഭയങ്കര മനോഹരമായിട്ടുണ്ട്. നമ്മുടെ പ്രകൃതിയുടെ എന്താണ് ഓരോ കലാവിരുതെന്ന് വേണമെങ്കിൽ പറയാം. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇതളുകൾ വന്നിട്ടുള്ളത്. നമ്മുടെ റെഡ് റോസും പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ക്ലൈംബിംഗ് റോസാണ്, കുഞ്ഞു പൂവാണ്. നമ്മുടെ ഒരു മിനിയേച്ചർ റോസ് ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ബട്ടൺ റോസിനെക്കാളും ചെറിയ ഫ്ലവറാണ് കേട്ടോ. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ മുള്ളില്ലാത്ത റോസയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചുമപ്പും ഇടയ്ക്ക് റോസൊക്കെ ആയിട്ട് വിരിയാറുണ്ട്. ഇത് നമ്മുടെ ബോണിക്ക റോസയാണ്. ഭയങ്കര സ്മെല്ലാണ് ഈ ഒരു റോസ് പ്ലാന്റിന് ഉള്ളത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒരു ചെറിയ റോസിൽ പൂക്കൾ ഒരുപാടായിട്ടുണ്ട് കേട്ടോ. നിറയെ മുട്ടുകൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് ആ ഒരു റോസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ പനിനീറും. ഇത് വന്നിട്ട് ഇടുക്കി റോസാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കുഞ്ഞു കുഞ്ഞു പൂക്കൾ കൊണ്ട്. നമ്മുടെ ചെറിയൊരു പ്ലാന്റ് ആണെങ്കിൽ നിറച്ചിന് പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ ഇടുക്കി റോസ്. ചിലരിതിനെ മിനിയേച്ചർ റോസ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മിനിയേച്ചർ പിങ്ക് റോസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ ചൈന 65 ആണ് കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള പ്ലാന്റാണ്. കിട്ടുക വെച്ചാൽ എന്തായാലും വാങ്ങിച്ച് വെക്കേണ്ട ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇങ്ങനെ കുഞ്ഞ്, അതായത് സിംഗിൾ ലീവ്സുമായിട്ട് മുകളിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന പ്ലാന്റ് കാണാൻ സൂപ്പറാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ സ്റ്റാറിന റോസും പിന്നെ കുറച്ച് വൈറ്റിൻ്റെ കുറച്ച് റോസുകളും നമ്മുടെ നോർമൽ പനിനീറൊക്കെയാണ്. ഇതൊന്നും എനിക്ക് ഐഡിയ അറിയില്ല കേട്ടോ. ഇതും എനിക്ക് ഐഡിയ കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ട് ഐഡിയ അറിയാത്ത പ്ലാന്റ്സ് ഒന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. കുറച്ചധികം റോസിൻ്റെ നാടൻ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്നായിട്ട് വേണം നമുക്ക് കുട്ടി കുട്ടി സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇത് റെഡിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ചെറിയ വെർഷൻ തന്നെയാണ്, നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. ഇത് വന്നിട്ട് നമ്മുടെ കാശ്മീരി റോസാണ് കേട്ടോ. ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ കാശ്മീരി റോസ് എന്ന് പറയുന്നത്. നല്ല മണമാണ് കേട്ടോ. പിന്നെ ഇതെനിക്കറിയില്ല, ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് പോലും എനിക്കൊരു ഓർമ്മയില്ല. കുറച്ചുകൂടെയൊക്കെ ഒന്ന് നമ്മുടെ പ്ലാന്റ്സ് സെറ്റായിട്ട് വേണം കട്ടിങ്സൊക്കെ എടുത്തിട്ട് ഒരു സെയിൽ വീഡിയോ ചെയ്യാനായിട്ട്. സെയിൽ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ മിക്സായിട്ടായിരിക്കും കൊടുക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ പിങ്ക് ക്രീ റോസാണ്. അതിനകത്തൊരു പുഴു വന്നിരിക്കുന്നു. ഇപ്പോൾ ഇനി പുഴുവിൻ്റെ ടൈമാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ബാൽസത്തിലൊക്കെ പുഴുക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് സമ്മർ സ്നോയാണ് കേട്ടോ. എനിക്ക് അഹല്യ റോസ് എവിടെ നിന്നെങ്കിലും തപ്പിപ്പിടിച്ച് കൊണ്ടുവരണം എന്ന ഒരാഗ്രഹം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ പേർഷ്യൻ വൈറ്റ് ആണ് കേട്ടോ. എല്ലാത്തിലും പുഴുക്കളുണ്ട്.